കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടി നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ പങ്കെടുക്കാത്തതും LDFിലെ ഭൂരിപക്ഷം ആളുകൾ പരിപാടി ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. യഥാർത്ഥത്തില് പരിപാടി ബഹിഷ്കരിച്ചെങ്കിലും അതൊരു വിജയമായി മാറിയില്ലേ കൊച്ചിയിൽ? തീർച്ചയായിട്ടും അവര് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് വരുമ്പോൾ BJP എന്തുകൊണ്ട് ഇത്തരത്തിൽ റിയാസിനെ ക്ഷണിച്ചില്ല എന്ന് വെച്ചാൽ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJPക്ക് CPM തന്നെയാണ് കേരളത്തിൽ ഏറ്റവും വലിയ അവരുടെ എതിരാളി എന്ന് പറയുന്നത്. അവിടെ ആ വേദിയിൽ ചിരിച്ച് നർമ്മം പങ്കിട്ട് പിണറായി വിജയനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇരിക്കുക എന്ന് പറഞ്ഞാൽ BJPക്ക് അതൊരു അവമതിപ്പാണ്. അത് അവർക്ക് പൊളിറ്റിക്സ്, അതിൻ്റെ പൊളിറ്റിക്സ് അവർക്ക് അറിയാം. കാര്യം ഇതിൻ്റെ മെരിറ്റ് കൊണ്ടുപോകാൻ 6500 കോടി രൂപ കേന്ദ്രം മുടക്കി ചെയ്യുന്ന ഒരു കാര്യത്തിന് വെറും 500 കോടി രൂപ മുടക്കിയ ഇവർ ഈ ഏരിയ പിടുത്തം ഉണ്ടല്ലോ, ആ ഏരിയ പിടുത്തം ഈ സമയത്ത് BJPക്ക് പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി, രാഷ്ട്രീയ ബുദ്ധി BJPക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയുടെ 85% മുകളിലും അപ്പോ കേന്ദ്ര സർക്കാർ തന്നെയാണോ മുടക്കുന്നത്? തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനെയല്ലേ ഇന്നലെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തല്ലോ, ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ 6500 കോടി രൂപ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി അവരുടെ ബഡ്ജറ്റിൽ വകമാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ദേശീയപാത വികസനം എന്ന് പറയുന്നത് കേന്ദ്രം പണം ചെലവാക്കിയല്ലേ പറ്റൂ. ഇവർക്ക് ഇവിടെ സ്ഥലം എടുത്തു കൊടുത്താൽ പോരെ? സ്ഥലം എടുക്കുന്നതിനുള്ള മറ്റ് സർക്കംസ്റ്റാൻസസ് ഒരുക്കുക എന്നുള്ളതല്ലേ. പക്ഷെ അതൊരു വെല്ലുവിളിയല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോ നമുക്ക് അറിയാവുന്നത് പോലെ കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്തിൽ പിണറായി സർക്കാരിനെ വിളിക്കേണ്ട ഒരു ബാധ്യത BJPക്കില്ലേ? അതുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ വിളിക്കണം, ആ വകുപ്പിന്റെ മന്ത്രിയെ വിളിക്കണം. അത് ധാർമ്മികതയാണ്. പക്ഷെ അതവർ ചെയ്തില്ല. അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയ ബുദ്ധി ഇത് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ ഇനി വേറെ പ്രത്യേകിച്ച് ചിന്തിക്കാനുള്ള കാര്യം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ അല്ലെ എന്താണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് ഇവരെല്ലാം വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ നാളെ CPM പറഞ്ഞേനെ ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പരിപാടിയാണ്, നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയാം. നമുക്കറിയാം മറ്റേ റീലിന്റെ കാര്യമൊക്കെ, മറ്റേ റോഡ് പണിതിട്ട് അവസാനം ഞങ്ങൾ ഉണ്ടാക്കിയ റോഡ് എന്ന് പറഞ്ഞ് റീലെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല അത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ റോഡ്. നിങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കുക, അല്ലെങ്കിൽ ഗതാഗതം ഭരിക്കുന്ന നിതിൻ ഗഡ്കരിയോട് ചോദിക്കൂ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ പലപ്പോഴും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ പേരുമാറ്റി കേരളത്തിൽ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ സർക്കാർ പലപ്പോഴും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ സർക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കേന്ദ്ര സർക്കാർ വിലമതിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന പൈസ തരുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ തരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിന് വേണ്ടി 65,000 കോടി രൂപ കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക്, പൈസയുടെ കാര്യത്തിന് അപ്പുറത്തേക്ക് ഇന്നലെ ജനപങ്കാളിത്തം, അതായത് ഇന്നത്തെ അവരുടെ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ളൊരു റോഡ് ഷോയിലാണെങ്കിലും സ്റ്റേജിലേക്ക് വന്നതാണെങ്കിലും നരേന്ദ്രമോദിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നമുക്കറിയാം. പക്ഷേ CPM അത് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും CPM ബഹിഷ്കരിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ആള് വരുന്നത് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ശക്തമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയാണോ? രാഹുലെ, അത് സൂചന എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ, കാരണം നമ്മൾ പ്രായോഗിക രാഷ്ട്രീയം നമ്മൾ ആൾക്കാരൊക്കെ ഇപ്പം ചിന്തിക്കുന്നവരാണ്. പ്രായോഗിക രാഷ്ട്രീയം എന്നല്ല, ഇപ്പം എനിക്കും രാഹുലിനും നമുക്ക് കാര്യങ്ങൾ നടക്കണം. ചുവപ്പ് നാടയിൽ കുരുങ്ങി കാര്യങ്ങൾ കിടക്കാൻ പാടില്ല. വികസനം വേണം ഈ നാടിന്. വികസനം നാടിന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം എന്നാണ് നരേന്ദ്രമോദി ആൾക്കാരുടെ പറഞ്ഞത്. അതായത് പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് സിനിമയെ പറഞ്ഞെങ്കിൽ ഇവിടെ നാട്ടുകാർ എന്നെ അനുഗ്രഹിക്കണം. അവിടെ തന്നെ ഒരു വലിയ ഗിമ്മിക്കല്ലേ, അതിനൊരു വലിയ ഗിമ്മിക്കല്ലേ. ഇപ്പൊ രാഹുലിനെ കാണുന്നു നോക്കിയാൽ നമ്മൾ ഔചാരിതമായി ഇറങ്ങുന്നു, ഒരു വലിയ നേതാവ് നമ്മളെ കാണുന്നു, എന്തുണ്ട് രാഹുലെ എന്ന് പേര് പറഞ്ഞ് വിളിക്കുന്നു. എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ? അങ്ങനെ എന്നെ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുന്നവരല്ലേ നമുക്ക് ആവശ്യം, അല്ലാതെ നമ്മളെ ശ്രദ്ധിക്കാത്തവർ, നമ്മൾ എത്ര കൊട്ടി വിളിച്ചിട്ട് നമ്മളെ ശ്രദ്ധിക്കാത്തവരെ നമ്മൾ നോക്കൂ. അപ്പൊ അതുകൊണ്ടാണ് അല്ല എന്താണെങ്കിലും BJPക്ക് ഈ പരിപാടി കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് സാധാരണയായിട്ട് എല്ലാവരും വന്ന് പങ്കെടുത്ത് പോവുകയായിരുന്നെങ്കിൽ ഇത് നേരെ കേരള സർക്കാരിന്റെ തലയിലിരുന്നേ. അറിയോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഇത് രാഹുൽ പറഞ്ഞ പോലെ എല്ലാം തനിക്ക് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ എല്ലാം ഇവർ ചെയ്താണെന്ന് ആക്കി തീർക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എന്താണെങ്കിലും BJPയുടെ ഒരു ടാക്ടിക്സ് നമ്മൾ പോലും അതിന്റെ കണക്കുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 60,000 കോടി കേന്ദ്ര സർക്കാർ കൊടുത്തു, 500 കോടി മാത്രമേ. നമ്മൾ സംസാരിച്ചപ്പോ തുടക്കത്തിൽ എനിക്ക് ചെറിയൊരു പെശക് പറ്റി, പ്രേക്ഷകർ ക്ഷമിക്കുക. 65,000 കോടിയാണ്, അല്ലാതെ 6500 കോടിയല്ല. കോടികളുടെ കണക്ക് നോക്കുക, 65,000 കോടി. ഇവിടെ വെറും 500 കോടി. അല്ല, നമ്മൾ പോലും ഈ കണക്ക് ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ നിന്നും കേരള സർക്കാർ മാറി നിൽക്കുന്നു? അല്ല രാഹുലെ, ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ കാരണം എന്നറിയോ, ഇവർ ഈ പറയുന്ന പോലെ ഇവർ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്രത്തെ നിരന്തരം പലതും മറച്ചു വെച്ചുകൊണ്ടാണ്.
കാര്യം ഇവരിവിടെ ചെയ്യുന്നു. ഇത് ഈ പറയുന്ന പിന്നെ മലപ്പുറത്തെ പാലം തകർന്ന് വീണപ്പോ റീൽസ് എടുക്കാൻ ആരെയും കണ്ടില്ല അല്ലെ? അതിനു മുമ്പ് ഒരു റീൽസ് എടുക്കാനും റീൽസ് രാജകുമാരനും നമ്മൾ കണ്ട അതിശയിച്ചു, നമ്മളെ തൊലി പൊളി. ഇവർക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു പട്ടി ഷോ കാണിക്കാൻ? അല്ല, നമുക്കറിയാം ഇപ്പോ ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പോകുന്നതാണ്. അതിൽ കേരള സർക്കാരും കൂടെ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ നടക്കൂ. ഇപ്പൊ കേരള സർക്കാർ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര സർക്കാർ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അത് വലിയ ചോദ്യമാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇലക്ഷൻ അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ BJP നേതാക്കന്മാർക്ക് ആളുകളോട് പറയാൻ വേണ്ടിയിട്ട് ഒരു കണക്ക്, അല്ലെങ്കിൽ ഈ ഇത്രയും രൂപ അവസാനത്തെ നിമിഷവും ഇവിടുത്തെ ഗതാഗതം, അതായത് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, ആ കണക്കുകൾ കാണിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവർക്ക് ഈ പരിപാടിയെ മാറ്റിയെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും അത് BJPയുടെ ഒരു വിജയമായിട്ട് കാണാം. അത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാനിലൂടെ കൃത്യമായിട്ട് അവര് BJP നേതൃത്വം എന്താണ് പറയുന്നത്, ഞങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പോലെ മുഖ്യമന്ത്രിയുടെ മരുമോനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയാണ് എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. മരുമോനെ ഞങ്ങൾ എന്തിനു വിളിക്കണം എന്ന രീതിയിലേക്ക് മരുമോനാക്കി മാറ്റുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം സ്ട്രാറ്റജിയാണ്. മരുമോനെ വിളിക്കുന്നില്ല BJP. അപ്പൊ തന്നെ CPM കുറച്ച് നേതാക്കന്മാർ മാറി നിൽക്കുന്നു, പിണറായി വിജയൻ മാറി നിൽക്കുന്നു. CPM നേതൃത്വം ഒന്നുമില്ലാതെ ഈ പരിപാടി ഉദ്ഘാടനം വരുന്നുണ്ട് ഇവിടുത്തെ MP എന്ന രീതി. അതെ, അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സാഹചര്യത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന് മൊത്തമായിട്ടും എടുക്കാൻ, ഇപ്പോ എന്താണെങ്കിലും കേരള സർക്കാർ 500 കോടി കൊടുത്തെങ്കിലും അത് കണക്കിൽ ആവാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത്, അതായത് ഇത് മൊത്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആളുകൾ റോഡ് ഷോ. ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു രാവിലെ, ഇന്നലെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇടതും വലതും കൂടെ ചേർന്ന് ചെയ്തതാണ്. ഇത് ഞാൻ ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയാൻ പറ്റും, പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് പറയാൻ പറ്റും? അതുമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ പറയുന്ന രീതിയിൽ ഇനി തെരഞ്ഞെടുപ്പിന് വെറും 15 ദിവസം ഉള്ളപ്പോ ഈ മുഖ്യമന്ത്രി ഇനി അദ്ദേഹത്തിനെ കണ്ടിട്ടോ കെട്ടിപ്പിടിച്ചിട്ടോ കാര്യം വല്ലതും ഉണ്ടോ? അവർ തമ്മിൽ ഇങ്ങനെ അവർ കെട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞിട്ടോ അവർ തമ്മിൽ സുഹൃത്തുക്കളൊക്കെ തന്നെ ആയിരിക്കാം. രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം എല്ലായിടത്തും ഉണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ ഇതിന് അദ്ദേഹത്തെ കാണാൻ പോകണം, ആകെ 15 ദിവസമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം കൂടെ തീരുമാനിച്ചു. അത് മനസ്സിലാക്കാൻ നമുക്ക് എന്താ ഇനി പ്രത്യേകിച്ച് ബുദ്ധിവല്ലോ വേണം? അതുകൊണ്ടും കൂടെ മാറി നിന്നു, എന്നിട്ടില്ലാത്തൊരു കാരണം ഉണ്ടാക്കി. അല്ല, എന്ത് തന്നെയാണെങ്കിലും CPM-നെതിരെ വരുന്ന ഏറ്റവും വലിയ ആക്ഷേപം നമുക്ക് ഇപ്പൊ BJP-ക്കെതിരെ ആണെങ്കിലും വരുന്ന ഏറ്റവും വലിയ ആക്ഷേപം CPM BJP ബാന്ധവം ഉണ്ട് എന്ന് പറഞ്ഞ രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ പറയും. അതുകൊണ്ട് രണ്ടു കൂട്ടരും കൂടെ കൃത്യമായിട്ട്. രാഹുലിന് ഒരു കാര്യം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ ഹൈവേയിൽ വന്നു, എറണാകുളത്തെ ബ്രോഡ്വേയിലോ മറ്റോ വന്നു, ഓർമ്മയുണ്ടെന്ന് എനിക്ക്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ എന്താ, ഈ നയന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെമ്പിൽ, അത് ഇവിടുന്ന് എഴുതി കൊടുക്കുന്ന പ്രസംഗമല്ലേ? ഇവിടുന്നാണ് അദ്ദേഹത്തിന് 100 കാര്യങ്ങളുണ്ട്. ഇവിടെ വരുന്നതിന് ഇവിടെ എന്താ പ്രസംഗിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ ഉള്ളവർ എഴുതി കൊടുത്തതിൽ അന്ന് അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇന്നലെ അദ്ദേഹം വന്നതിൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവണമെന്നില്ല. ഇവിടുന്ന് ഇന്നലെ എഴുതി കൊടുത്തു, ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയത് ആര്? ഇടതും വലതുമാണ്. അതാണ് രാഷ്ട്രീയം. അദ്ദേഹത്തിന് ഇവിടെ വന്ന് അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞേ പറ്റുള്ളൂ. അതിനാണ് അദ്ദേഹം വന്നത്. പിന്നെ വേറൊരു കാര്യം നമുക്കിവിടെ എടുത്തു പറയണം, പുരോഗതി ഉണ്ട് എന്നത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഈ റോഡും ഈ കാണുന്ന എല്ലാ വികസനവും, ഇപ്പൊ നമ്മൾ ഗുരുവായൂർ വന്നു, NH 66 പണി നടക്കുന്നുണ്ടല്ലോ, ഞാനും പോകും, രാഹുലും പോകും. ഇത് റോഡ് ശരിയായി നമുക്ക് സന്തോഷത്തോടെ വണ്ടി പോകല്ലോ. നമ്മളിപ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും. അപ്പൊ അത് വികസനം ജനം നേരിൽ കാണുമ്പോൾ അത് വന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ജനം കാണും, അവിടെ ആള് കൂടും. അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി അവിടെ ജനം കൂടുന്നത് ഈ 2 രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരള സർക്കാർ കൃത്യമായിട്ട് ഇതിൽ മുന്നിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ പരിപാടികളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ എന്തു തന്നെയാണെങ്കിലും BJP കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട്. കാരണം കേരളം അവർക്ക് പിടിച്ചെങ്കിൽ മാത്രമേ, അതായത് സൗത്ത് പിടിച്ചെങ്കിൽ മാത്രമേ BJPക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. BJPയെ സംബന്ധിച്ച് BJP ഇന്ത്യയിൽ മൊത്തത്തിൽ ഏകദേശം പീക്ക് ലെവലിൽ എത്തി. കഴിഞ്ഞ അങ്ങേ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പീക്ക് ലെവലിൽ വല്ലാത്ത രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയം കൃത്യമായ അവർക്ക് നോർത്തിലെല്ലാം മാക്സിമം പിടിച്ചു കഴിഞ്ഞു. അവർക്ക് പ്ലാനിംഗ് ഉണ്ട്. അതെ, സൗത്തും കൂടെ പിടിച്ചില്ലെങ്കിൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഇനി എത്താൻ കഴിയില്ല. അവർ ഉദ്ദേശിക്കുന്ന മാർജിനിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്നും ഇനിയും സീറ്റുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ. നിതിൻ നബീൻ എന്ന് പറയുന്ന 45 വയസ്സുകാരനായ ഒരു പ്രസിഡന്റിനെ അവർ വെച്ചേക്കുന്നത്. നിതിൻ നബീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 45 വയസ്സേ ഉള്ളൂ, BJPയുടെ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് ബീഹാറുകാരനാണ്. അദ്ദേഹത്തിന് ഇതിൽ വെച്ചിരിക്കുമ്പോൾ അവർക്ക് പ്ലാൻ ഉണ്ട്. 45 വയസ്സായ
ഒരാളിനെ വെക്കുമ്പോൾ ഒരു ലോങ് റൺ അവർ കാണുന്നുണ്ട്. അല്ലാതെ മല്ലികാർജ്ജുൻ ഖാർഗെ പോലെ എഴിച്ചിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളല്ല കോൺഗ്രസിന് മല്ലികാർജ്ജുൻ ഖാർഗെ. അല്ല, സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് അധികാരമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അധികാരമുള്ള സമയത്ത് ബി.ജെ.പിക്ക് അങ്ങനെ ചെയ്യാം. കോൺഗ്രസിന് അധികാരമില്ലാത്ത സമയത്ത് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള നേതാക്കന്മാരെ വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്ന, പുതിയ ലെവലിൽ ഡയറക്ഷൻ കൊടുക്കാൻ കഴിയുന്ന, ലീഡർഷിപ്പ് ഉള്ള, എല്ലാവരോടും നെഗോസിയേഷൻ ചെയ്യാൻ കഴിയുന്ന നേതാവിനെ വെച്ചിട്ടേ കാര്യമുള്ളൂ. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നെഗോസിയേഷൻ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പൊ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ബി.ജെ.പി ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഏറ്റവും വലുത്, അമിത്ഷാണ് രണ്ടാമത്. അവിടെ പ്രസിഡന്റിന് വലിയ പങ്കൊന്നുമില്ല. പ്രസിഡന്റ് അവിടെ നിന്ന് കണ്ടുപഠിക്കുകയാണ് ഇവരോടൊപ്പം ചേർന്ന് നിന്ന് എങ്ങനെ നെഗോസിയേഷൻ ചെയ്യണം, എങ്ങനെ ഓരോ സംസ്ഥാനം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, പല ഡൈവേഴ്സിറ്റി ഉള്ള ആളുകളാണ്. അത് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. മലയാളം, കന്നഡ, ഉറുദു, തമിഴ്, ഹിന്ദി, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത ഭാഷകളെ, ബഹുഭാഷ, അതായത് നമുക്കറിയാത്ത ഭാഷകളുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ നമുക്കറിയാത്ത പല ഭാഷകളുണ്ട്. തുളു. അപ്പൊ ഇതെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ കഴിയൂ. അതായത് അത് മാത്രമല്ല, നെഗോസിയേഷൻ ചെയ്യണമെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട് നെഗോസിയേഷൻ ചെയ്ത് കേരളത്തിൽ എത്ര സീറ്റുകൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ. ഇവിടെ വരുമ്പോ NDA മുന്നണിയിൽ അവർ കൃത്യമായി ഘടകകക്ഷികൾക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവർക്ക് 2020 അവരെ കൂടെയുണ്ട്, BDJS കൂടെയുണ്ട്. ഒരു അടിക്കും പോകുന്നില്ല ഘടകകക്ഷികളോടെ. BJP-ക്കകത്ത് എന്തെങ്കിലും ആഭ്യന്തര കല ഉണ്ടാകാതെ പോകാൻ അവർക്ക് ഇപ്പൊ അറിയാം. അവർ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അവിടെ നേതാക്കന്മാരുണ്ട്, അവരുടെ കാര്യങ്ങളുണ്ട്. അവരുടെ ആദ്യത്തെ ലിസ്റ്റ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തീയതി പ്രഖ്യാപിച്ച ശേഷം മാത്രമേ പുറത്തു വരുള്ളൂ. പിന്നെ ഒന്നുകൂടെ ഇതിൽ പറഞ്ഞ രാഹുൽ, ഇന്നലെ നടന്ന പരിപാടിയിൽ കേന്ദ്രത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി നിതിൻ ഗഡ്കരി വന്നിട്ടില്ല. നിതിൻ ഗഡ്കരി ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് ആ മലപ്പുറത്ത് പാലം തീർന്നപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തിയത് നിതിൻ ഗഡ്കരിയാണ്. സർവ്വ കുറ്റവും അദ്ദേഹം തലയിൽ വഹിച്ചു. ഓർമ്മയുണ്ടോ അന്ന്? അല്ല, അതുകൊണ്ട് കേരള ജനത അറിഞ്ഞു. അത് അവരിലുള്ള ബാന്ധവം മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിനാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ്.